ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ FC ബാഴ്സലോണ നിക്കോ വില്യംസിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല. അങ്ങനെയാണ് ഡാനി ഓൾമോയെ അവർ കൊണ്ടുവന്നത്. RB ലീപ്സിഗിൽ നിന്നും ഡാനി ഓൾമോ ബാഴ്സലോണയിൽ എത്തിയത് 55 മില്യൺ യൂറോക്കാണ്. 2030 വരെയുള്ള ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം ക്ലബിന് വേണ്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ തുടക്കത്തിൽ ബാഴ്സലോണ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ബാഴ്സയുടെ ഇപ്പോഴത്തെ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സീസണിലെ തുടക്കത്തിലെ ചില മത്സരങ്ങൾ ഡാനി ഓൾമോക്ക് നഷ്ടമാവുകയും ചെയ്തിരുന്നു. പിന്നീട് ആൻഡ്രിയാസ് ക്രിസ്ത്യൻസന് പരിക്കേറ്റത് കൊണ്ടാണ് ഡാനി ഓൾമോയെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ജനുവരി വരെയാണ് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ FC ബാഴ്സലോണയ്ക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിവോ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് താരത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ട്. ജനുവരിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഡാനി ഓൾമോക്ക് ക്ലബ്ബ് വിടാൻ കഴിയും. ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് തന്നെ, അഥവാ ഫ്രീ ട്രാൻസ്ഫറിൽ തന്നെ മറ്റേതെങ്കിലും ക്ലബിലേക്ക് ജനുവരിയിൽ പോകാൻ അദ്ദേഹത്തിന് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ക്ലോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിലുണ്ട് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. ജനുവരിയിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം നൈക്കുമായി പുതിയ ഒരു അഗ്രിമെൻറ്റിൽ ബാഴ്സലോണ എത്തിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ കൊമേഴ്ഷ്യൽ ഇൻകം ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാനി ഓൾമോയെ വീണ്ടും ജനുവരിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് FC ബാഴ്സലോണ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.